ഹലോ ഗൈസ്, അപ്പോൾ റോക്ക് ഫ്രോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും മിഷൻ തന്നെയാണ് ചെയ്യാൻ പോണത്. വേറെ വലുതായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ഇതിനകത്ത്. അപ്പോൾ നമുക്ക് പുതിയൊരു ക്യാരക്ടറിനെ ബൈ ചെയ്യാം ഗൈസ്. സ്കിന്ന് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് ക്യാരക്ടേഴ്സിനെ ബൈ ചെയ്യാക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ക്യാരക്ടറിനെ ബൈ ചെയ്യാം. നമുക്ക് ഇപ്രാവശ്യം പുതിയ സിറ്റിയിലോട്ട് പോവാം ഗൈസ്, റിവർ സിറ്റി. പിന്നെ നമ്മൾ മൈനിങ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. യെസ്, മൈനിങ്. അതിന് മുമ്പേ കുറച്ച് ലെവലപ്പും പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ ഗൈസ്, അതൊക്കെ ചെയ്തിട്ട് നമ്മൾ മൈനിങ്ങിലോട്ട് കടക്കാൻ പോവുകയാണ്. ഗൈസ്, അപ്പോൾ വേൾഡിലോട്ട് എത്തിയിട്ടുണ്ട്. തൊട്ടപ്പം തന്നെ ലാഗാണ്. 84 എത്തി ഗൈസ് ലെവൽ. ഗൈസ് ഫസ്റ്റ് തന്നെ ATM അടുത്തോട്ടാണ് പോണത്. പൈസ വിഡ്രോ ചെയ്യണം. എന്നിട്ട് പൈസ 80 ഗൈസ്. നമുക്ക് സ്മൂത്തായിട്ട് കളിക്കാൻ ഇപ്പം സ്മൂത്തായിട്ട് കളിക്കാൻ ചിലപ്പോൾ ഇപ്പം ചെറിയൊരു സ്മൂത്ത്നെസ് ഉണ്ട്. ഇത് വെച്ചിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. ഫസ്റ്റ് തന്നെ നമുക്ക് ലെവലപ്പ് ആവുന്ന പരിപാടിയാണ്. ഗൈസ് വെഹിക്കിൾസിൽ കുറേ സാധനങ്ങൾ ഇനിയും ഞാൻ എടുക്കാനുണ്ട്. പക്ഷെ അതൊന്നും അല്ല ഗൈസ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. റോബോട്ട്സ് ഗൈസ്, നമ്മൾ റോബോട്ട്സിനെ വാങ്ങാൻ പോകും. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ റോബോട്ട്സിനൊക്കെ അങ്ങ് ബൈ ചെയ്യാം ഗൈസ്. ഗൈസ് കിട്ടുന്ന XP ഒക്കെ കണ്ടു, കിടിലായിട്ട് XP ഒക്കെ കിട്ടും ഗൈസ്. പിന്നെ ഞാൻ XP ഒക്കെ കിടിലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കിടിലായിട്ട് ലെവലപ്പ് ആവും. ഫ്യൂച്ചറിസ്റ്റിക്കിൽ ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് വണ്ടികളുണ്ട് ഗൈസ്. ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് വണ്ടീസ്, വാവ്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് നോക്കുന്നത്. ഇതൊന്നും അൺലോക്ക് ചെയ്യണ്ട. ഇതെൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ട് ആണ് ഞാൻ ഇതെല്ലാം അറിയുന്നത് തന്നെ ഗൈസ്. അല്ലാതെ എനിക്ക് ഈ കാറൊക്കെ ബൈ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടെ. ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം അൺലോക്ക് ചെയ്യാം ഗൈസ്. ഞാൻ അറിയാതെ കയറി സ്പോൺ ചെയ്തു ഗൈസ്. അത് നമുക്ക് ഇപ്പോൾ ഓടിക്കാം. അതിന് മുമ്പേ കാർസ് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഹോഴ്സസ്, മോൺസ്റ്റർ ട്രക്ക് വരെ ഗൈസ് ഇതിനകത്തുണ്ട്. തൽക്കാലം നമുക്ക് ഇത്ര ലെവലപ്പായാൽ മതി ഗൈസ്. ഗൈസ് 119 വാവ്. ഇത്ര പെട്ടെന്ന് ഇത്ര എത്തുമെന്ന് വിചാരിച്ചിട്ട് പോലും ഇല്ല. നമുക്ക് ഹാക്കിംഗ് ടൈം മാക്സ് ആക്കാം. ഇനി നമുക്ക് മീലി ഫൈറ്റർ ഓടിക്കാം ഗൈസ് മാക്സ്. ഇനി 10 ഉണ്ട്, അത് നമുക്ക് വേറെ വല്ലതിലും കൊടുക്കും. ക്ലൈംബിങ്ങിൽ ഓടിക്കാം ഗൈസ്. നമ്മൾ ക്ലൈംബ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറച്ച് സ്പീഡിൽ ക്ലൈംബ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് മൈനിങ് സ്പോട്ടിലോട്ട് പോവാം. ഇതെവിടെയാണെന്ന് നോക്കട്ടെ ഗൈസ്. ഈ ഒരു ഡെസേർട്ടിൻ്റെ ഏരിയയിലാണ് ഗൈസ്. ഇങ്ങോട്ട് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ
ബൈക്കിനെയും കാട്ടി എന്തുകൊണ്ട് കാറാണ് നല്ലത്. സ്കെയറാക്കുന്നില്ല. ഗ്ലിച്ചായി. ഓനോ മൊത്തത്തിൽ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. കാരണം ഇത് ഹാപ്പി മോഡിൽ നിന്നാണല്ലോ കയറ്റിയത്, അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ പണിയാണ്. പണി പാളി. ബൈക്ക് ലോക്ക് പിക്ക് തുറന്നിട്ട് എടുത്തോണ്ട് പോവാം ഗൈസ്. ഈ വണ്ടിയും കൊണ്ട് പോവാക്കുമെന്ന് തോന്നുന്നില്ല. ഗൈസ് ഇത് പാടുള്ള ലോക്ക് പിക്കാണ്. പക്ഷെ എനിക്കിത് സിമ്പിളാണ് ഗൈസ്. കണ്ടോ ഗൈസ്, വെറും സിമ്പിൾ. ഈ ബൈക്കും കൊണ്ട് പോണു. പക്ഷെ എൻ്റെ ഒരു ഉദ്ദേശത്തിൽ കേസ് വെയിറ്റ് ചെയ്യേ, പൈസ വേണം കേസ്. നമുക്ക് ഡൈനാമൈറ്റ് വെച്ച് പൊട്ടിക്കാനുള്ള ലൊക്കേഷൻ ഗൈസ്. ഈ റോഡ് വഴി അങ്ങ് പോയാൽ മതി ഗൈസ്, സെറ്റാണ്. ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ചെയ്യണേ. ഗൈസ് ഓൾമോസ്റ്റ് എത്തി ഗൈസ് മൈനിങ് ഏരിയ. ഇങ്ങോട്ടാണ് ഗൈസ്, മൈനിങ് ഏരിയയിലെത്തി ഗൈസ്. നമുക്ക് മൈനിങ് ഏരിയയിലോട്ട് കയറിയാൽ മാത്രം മതി ഗൈസ്. അതിൽ മിനി ഗെയിം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഗെയിമല്ല കേട്ടോ. ഇന്ന് ഇഷ്ടം പോലെ പൈസ കിട്ടും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഡൈനാമൈറ്റ് വെച്ചിട്ട് പൊട്ടിക്കണം. ഇപ്പോൾ പൊട്ടും കേസ്, പൊട്ടി. ഇനി നമുക്ക് മൈനസിനെ വാങ്ങാക്കും കേസ്, കാണിച്ചു തരാം. ഈ ഹയർ ബട്ടൺ ഉണ്ടല്ലോ, വേണ്ട, ഈ ഒരാളെടുത്ത് വന്നിട്ട് ഈ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ ഹയർ ബട്ടൺ കാണും കേസ്. അതിൽ ഞെക്കിയിട്ട് ഇയാളെടുക്കണം കേസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെടുക്കാൻ. ഞാൻ ഇപ്പോൾ ഇവിടെ 5 പേരെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ വരും കേസ്, കണ്ട അവിടെ നിന്ന് വരും കേസ്. ഇവിടെ കുറേ ഓർബ് ഉണ്ടോ കേസ്. ഇവിടെ കയറിയിട്ട് ഇവരെ ഇങ്ങനെ സെലക്ട് ചെയ്യണം കേസ്. മാക്സിമം ഒരു ഓർബിൻ്റെ സ്ഥലത്ത് 5 പേരാണ് ചെയ്യാക്കുന്നത്. എന്നിട്ട് കണ്ട ഈ ഒരു ബട്ടൺ വെക്കണം കേസ്, അസൈൻ. ആ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ എല്ലാവരും വേണ്ട ഇവിടെ വന്നിട്ട് ഈ കല്ല് പൊട്ടിക്കാൻ തുടങ്ങും കേസ്. എന്നിട്ട് നമുക്ക് ഈ മിനറൽസ് സെല്ലിയാക്കും. അത് ഇതുവരെ പൊട്ടിക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് അപ്പുറത്തെ ഇത് പൊട്ടിക്കാം. ഇത് ഡൈനാമൈറ്റ് വെച്ച് അങ്ങ് പൊട്ടിക്കാം. ഇവർ ലെവൽ 1 ആണ് കേട്ടോ. ലെവലൊക്കെ ചെയ്യാക്കും, ഞാൻ കാണിച്ചു തരാം. സെൽ മിനറൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടായില്ലല്ലോ. നമ്മളെ കയ്യിലുള്ളത് ഈ ഒരു ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇതിപ്പോൾ ഞാൻ മാക്സ് കൊടുത്തിട്ടുണ്ട് ഗൈസ്.
ഞാൻ മാക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് സെല്ലടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും പൈസ കിട്ടും ഗൈസ്. ഇങ്ങനെ ഓരോ സാധനങ്ങൾക്ക് ഓരോ പൈസ വീതമാണ്. ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മറന്നുപോയി ഗൈസ്. ഗൈസ് ഇങ്ങനെയാണ് ഗൈസ് 50 വരെയാണ് ഒരു മാക്സിമം ഒരാളുടെ ലെവല്. അത്രയും ചെയ്യാം. ഇവരെല്ലാവരും ഇങ്ങനെ ലെവലപ്പ് ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പം ഇവരുടെ സ്പീഡും കൂടും, പിന്നെ നമുക്ക് ഇവരുടെ ഡാമേജും കൂട്ടാക്കും ഗൈസ്. ഇപ്പം നേരത്തെ അവർ ആ ഒരു കോറ് പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ 4 ഗൈസ് ഡാമേജ് എടുത്തത്, അതായത് കൂട്ടാക്കും. ഇനി ഒരാളെയും കൂടി മാക്സ് ലെവലാക്കിയാൽ മതി, അയാളെയും കൂടി അങ്ങ് മാക്സ് ലെവലാക്കാം. സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി കോളിൻ്റെയും ലെവല് കൂട്ടാക്കും. അത് ഗൈസ് ഇങ്ങനെ നമുക്കിതിൻ്റെ ലെവല് കൂട്ടാക്കും ഗൈസ്. അപ്പം നമുക്ക് ഈ ഓറ് കിട്ടുന്നതിൻ്റെ എണ്ണം കൂടും, അങ്ങനെ എന്തേലാണ് ഗൈസ്, അറിഞ്ഞൂടാ എനിക്ക് ഗൈസ്. നല്ലോണം പൈസ പോകുന്നുണ്ട് ഗൈസ്. ഇതാര് പൊട്ടിച്ച് കഴിഞ്ഞു ഗൈസ്. ഈ ഒരു സാധനം ഇതിന് പൊട്ടിക്കണം ഗൈസ്. ഇവരെ എല്ലാവരെയും ഞെക്കി കൊടുത്താൽ ഇപ്പം എല്ലാവരും വന്നിട്ട് ഇത് പൊട്ടിക്കും ഗൈസ്. ഗൈസ് ഇപ്പം ഡാമേജ് ഉണ്ടോ 54 ആയതുണ്ട് ഗൈസ്. ഇനി എല്ലാവരും കൂടി പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ 100 അങ്ങനെ കൂടി കൂടി വരും ഗൈസ്. നമുക്ക് നമുക്ക് ഈ ഒരു സൈഡിലോട്ടൊക്കെ വെക്കാക്കും ഗൈസ് ഡൈനാമിക്. ഇവിടെ 40,000, ഇവിടെ 40,000. നമുക്ക് ഇവിടെയും കൂടി ഡൈനാമൈറ്റ് വയ്ക്കാം ഗൈസ്. ഗൈസ് നമ്മൾ അവിടെയും ഡൈനാമൈറ്റ് വെച്ചിട്ടുണ്ട്, 2 സ്ഥലത്ത് ഡൈനാമൈറ്റ് വെച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്. ഓരോ സാധനങ്ങൾക്ക് ഓരോരോ പൈസ കൂടുതലാണ് കേട്ടോ ഗൈസ്, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇപ്പം ഈ സാധനത്തിന് ഇത്ര പൈസയാണെങ്കിൽ മറ്റേ സാധനത്തിന് അതിൽ നിന്ന് കൂടുതലായിരിക്കും ഗൈസ്, അങ്ങനെയുണ്ട്. നമുക്ക് സിൽവറും കോളും അൺലോക്ക് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇപ്പം കിട്ടിയ മിനറൽസ് മൊത്തത്തിൽ അങ്ങ് വെച്ച് കൊടുക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് ആ പൈസ കൊടുക്കാം ഗൈസ്. ഇതൊക്കെ കുറേ കിട്ടുന്നുണ്ട് ഗൈസ്. ഗൈസ് ഇത് കുറേ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മളെ ഇരിക്കുന്ന പൈസേനെക്കാട്ടി കൂടുതൽ പൈസ ഉണ്ടാക്കാം ഗൈസ്. ഗൈസ് എച്ച് കോയിൻസ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്, അങ്ങനെ ആയിരിക്കും ഗൈസ്. ഓരോത്തിനും മാർക്കറ്റ് പ്രൈസ് കൂടുതലാണ്. ഈ ഗോൾഡ് കണ്ടോ ഗൈസ്, ഇതിനാണ് ഭയങ്കര പൈസ. പക്ഷെ നമ്മൾ ഗോൾഡ് അൺലോക്ക് ആയിട്ടില്ല ഗൈസ്. സോ നമുക്ക് ഇത് മൈൻ ചെയ്യാൻ കൊടുക്കാം. ഇത് 2 പേര് ഉണ്ടല്ലോ, 3 പേര്. ബാക്കിയുള്ളവർക്ക് നമുക്ക് ഇവിടുത്തെ ഇത് കൊടുക്കാം ഗൈസ്, ബാക്കിയുള്ള 2 പേര്. കാരണം നമുക്ക് അങ്ങനെ വീതിച്ചു കൊടുത്താൽ എല്ലാവരുടെ അടുത്തും ഓരോരോ ഓർബായിട്ട് ഇങ്ങനെ പൊട്ടിക്കുക ഇതാക്കുക. നമുക്ക് ഇവിടുത്തെ ഇതങ്ങ് ഡൈനാമൈറ്റ് വെച്ച് പൊട്ടിക്കാം. നമുക്ക് ഇവിടത്തെയും കൂടി അങ്ങ് പൊട്ടിക്കാം ഗൈസ്. ഒരു വലിയ മൈൻഡ് ഷാഫ്റ്റാണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, അതിൽ നിന്ന് കൂടുതലാണ്. എന്തായാലും നമുക്ക് വേറെ സാധനങ്ങളൊക്കെ കിട്ടി തുടങ്ങി കേട്ടോ. ഇവിടെ ഒരു ഡൈനാമൈറ്റ്, ഇവിടെ ഒരു ഡൈനാമൈറ്റ്, ഇവിടെ ഒരു ഡൈനാമൈറ്റ്.
എൻ്റെ മോനെ ഗൈസ് ഗോൾഡ് കിട്ടി. ഇത് ഗോൾഡ് അല്ല ഗൈസ്, ഗോൾഡ് അല്ല. ഒരു നിമിഷത്തേക്ക് ഞാൻ ഗോൾഡ് ആണെന്ന് വിചാരിച്ചു പോയി. ഗോൾഡ് കണ്ടുപിടിച്ച ലാഭം മാത്രം. നടുക്ക് പൊട്ടിക്കാക്കും. പിന്നെ ഈ സൈഡ്, ഈ സൈഡ്, പിന്നെ ഈ ഒരു സൈഡ്, ഈ ഒരു സൈഡും ഉണ്ട്. ഈ ഒരു സൈഡും പൊട്ടിക്കാക്കും. ഇപ്പം ഇത്ര സ്ഥലം കവർ ചെയ്തിട്ടുണ്ട്. അത്രയും സ്ഥലം കവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ എന്തോ സ്പെഷ്യൽ ഓർമ്മയുണ്ട് ഗൈസ്. ഇതെന്താണ് സംഭവം? എന്താണെന്ന് അറിഞ്ഞൂടാ. അതങ്ങ് മാക്സ് ആക്കിയിടാം. ഇപ്പോൾ 3 പേരുണ്ട്. പണി കഴിഞ്ഞാൽ അവരെ ഇങ്ങോട്ട് വിടാം ഗൈസ്. നമുക്ക് ഇവിടെ തുറക്കാത്ത സ്ഥലം എല്ലാം അങ്ങ് പൊട്ടിച്ച് തുറക്കാം ഗൈസ്. ഇത് ചെയ്താൽ ലെവലപ്പ് ആവുന്നു. ഇവിടെയും കൂടിയാണ് സെറ്റാക്കിയിടാം. ഗോൾഡൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഗോൾഡൊക്കെ ഭയങ്കര റെയർ ആയിരിക്കും. ഈ ഒരു നടുക്ക് പൊട്ടിക്കാക്കും ഗൈസ്. ഈ ഒരു സ്ഥലം, ഈ പൈസയുടെ എണ്ണവും കൂടി തുടങ്ങി. നമുക്ക് ഡാമേജ് കിട്ടി. അതെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇത്രയും സ്ഥലം അൺലോക്ക് ചെയ്തിട്ടും കേസ് നമുക്ക് ഇതുവരെ ആയിട്ടും ഗോൾഡ് കിട്ടിയിട്ടില്ല കേസ്. അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ കുറേ സ്ഥലം അൺലോക്ക് ചെയ്തു എന്നിട്ടും ഗോൾഡ് കിട്ടിയിട്ടില്ല. പക്ഷെ 79 കേസ് എൻ്റെ കയ്യിലുള്ള പൈസ. ബട്ട് ഗൈസ് ഗോൾഡ് കിട്ടുന്നില്ല ഗൈസ്. നോ വേ. ഇതെന്തേര്? ഈ വീഡിയോ ചിലപ്പോൾ മൈനിങ് മാത്രമാകും ഗൈസ്. കാരണം ഗൈസ് ഗോൾഡ് ആണെന്ന് തോന്നുന്നത്. അല്ല ഗൈസ് ഗോൾഡ് അല്ല. ഇതാ
പക്ഷെ ഇതും ഗോൾഡ് അല്ലേ ഗൈസ്? ഗോൾഡ് ഇപ്പോഴും കിട്ടിയിട്ടില്ല ഗൈസ്. നോ വേ. ഇത്രയും വലിയൊരു തുരങ്കം ഉണ്ടാക്കി എന്നിട്ടും ഗോൾഡ് കിട്ടിയില്ല. പക്ഷെ ഇപ്പം നമുക്ക് എത്ര മിനറൽസ് ആയെന്ന് നോക്കാം. നമുക്ക് ഇതങ്ങ് പൊട്ടിക്കുക എല്ലാവരെയും പറഞ്ഞത്. പക്ഷെ അവിടെ 2 പേര് ഇപ്പോഴാണ് കേട്ടോ പണി ചെയ്യുന്നത്. നമ്മൾ കുറച്ചും കൂടി ആൾക്കാരെ ഹയർ ചെയ്യണം ഗൈസ്. സ്കൂള് ഗോൾഡ് കിട്ടിയിട്ടില്ല. നമ്മൾ ഇത്രയും സാധനങ്ങൾ കണ്ടുപിടിച്ച് എന്നിട്ടും ഗോൾഡ് കിട്ടിയിട്ടില്ല. നമുക്ക് സെല് ചെയ്യാം. ഇത് നല്ല പൈസ ഉണ്ടാക്കുന്നതാണ്. ചിലതൊക്കെ നല്ല പൈസക്ക് കിട്ടും ഗൈസ്. ഇപ്പം തന്നെ 10,000 റുപ്പീസായി ഗൈസ്. 13,000. ഓക്കെ, ഇനിയുണ്ടോ മിനറൽസ്? യെസ്, ഈ ഒരു സാധനം എന്തേരാണ് ഐറ്റം എന്ന് എനിക്ക് അറിഞ്ഞൂടെ. 82 രൂപ. ആവും, നല്ലൊരു എമൗണ്ടാണ് ഗീസ്. 82 രൂപ. ഇതെത്ര? 17, 10. ഗോൾഡും ഇത് 9 രൂപ. ഇതൊക്കെ പിന്നെ സെല് ചെയ്യാം ഗീസ്. പക്ഷെ നമ്മൾ കുറച്ച് ആൾക്കാരെ ഹയർ ചെയ്യണം. 20 ആൾക്കാരെ ഹയർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പേരെ മാത്രം ഒന്ന് ലെവലപ്പ് ചെയ്യാം. കാരണം എല്ലാവരെയും ലെവലപ്പ് ചെയ്യാൻ എന്തായാലും പൈസ ഇല്ല ഗൈസ്. പക്ഷെ എല്ലാവരും പണിക്കിറങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്നെ തള്ളി മാറ്റുന്നു കണ്ട ഗൈസ്. സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാവും, തള്ളി മാറ്റിക്കൊണ്ടിരിക്കുക എല്ലാവരും. ഇനി ഒരു 3 ആൾക്കാരെയും കൂടി മാക്സ് ആക്കിയിട്ട് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം ഗൈസ്. അയ്യോ, ഇനിയും കിടപ്പുണ്ട് ഗൈസ് കുറേ പേര്. നമുക്കൊരു ഓർബ് തല്ലി പൊട്ടിക്കാൻ പറയാം. ചില ഓർബിനൊക്കെ ഭയങ്കര പൈസയും ചില ഓർബിനൊക്കെ തുച്ഛമായ പൈസ, അങ്ങനെയൊക്കെയാണ്. കോപ്പർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു 3 പേര്. പിന്നെ ഇവിടെ ഇതൊക്കെ മാക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പൈസ ഒരുപാട് കിട്ടും. നമുക്ക് ഇവരെയൊക്കെ ഒന്ന് ഇതാക്കാം. ഇനി നമുക്ക് ഇവിടെ ലെവൽ 1-നെയൊക്കെ വിടാക്കത്തുള്ളൂ. ഒരു 50 ഉണ്ട്. പിന്നെ ബാക്കി ഇത്ര പേര്. ഗൈസ് 66 ഗൈസ്. നോ മാൻ, ഇത്രയും കുറഞ്ഞു. ഇനി നമുക്ക് ഇറങ്ങാം ഗൈസ്. അതാണ് നല്ലത്. ഇവിടെ തന്നെ എന്നാൽ പൈസ പോവും. ഗൈസ് ഇപ്പം ആ ലാഗൊക്കെ എത്തി കുറഞ്ഞല്ലേ? അയ്യോ, ഹയർ ചെയ്യണ്ട. നമുക്ക് കുറച്ച് നേരം ലെവലപ്പ് ചെയ്യാം.
ഇവരെല്ലാം 50 ഈസ്. ഇവിടെ തൊട്ടാണ് വന്ന് തുടങ്ങുന്നത്. സ്നേഹിൻ്റെ 2 വിരൽ വെച്ചിട്ടാണ് ഈ സ്നേക്കുന്നത്. എങ്കിലേ വേഗം തീരുക ഗൈസ്, അല്ലെങ്കിൽ ഇപ്പോഴും തീരില്ല. അത്ര ആൾക്കാരുണ്ട് ഗൈസ്. കാരണം 3 വിരൽ വയ്ക്കേണ്ടി വരും. ഓ മൈ ഗോഡ്, ഇത്ര ആൾക്കാരെയൊക്കെ ലെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 54 ഗൈസ്. ഓ മാൻ, തീരാറായി ഓൾമോസ്റ്റ്. ഇതിന് കുറച്ച് പേര് മതി. കുറച്ചും കൂടി ഗൈസ്. ഇത് കോൺട്രാക്ട് ഡ്യൂറേഷൻ എന്തരാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരാൾക്ക് കോൺട്രാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും ഗൈസ്. അങ്ങനെ എല്ലാവരെയും മാക്സ് ലെവലാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം. 43 ഓ മൈ ഗോഡ്. നമുക്ക് നമുക്കൊരു ഇവിടെ ബോസ് ഇല്ലല്ലോ. മിക്കവാറും ലെവലപ്പ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ ലെവലപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഒരു ലെവലപ്പ് ആയല്ലോ. സ്കിൽ പോയിന്റ്സ് ഒരെണ്ണം കണ്ട് അടപ്പുണ്ടായിരുന്നു. ലോക്ക് ഇത് കൂട്ടാം ഗൈസ്. നമുക്കിത് ക്ലൈംബ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ക്ലൈംബിങ് ഒക്കെ പെട്ടെന്ന് ചെയ്യാം ഗൈസ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. സ്കിൽ പോയിൻ്റൊക്കെ അൺലോക്ക് ചെയ്തല്ലോ ഗൈസ്. നമ്മൾ നേരത്തെ ക്യാരക്ടറിനെക്കാട്ടി ലുക്ക് ഈ ക്യാരക്ടറാണല്ലേ. നല്ല രസമുണ്ട്. നമുക്ക് കുറച്ച് ക്രൈം ചെയ്യാം ഗൈസ്. യെസ്, ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു വണ്ടി സ്പൂൺ ചെയ്യാം. വണ്ടി എന്ന് പറഞ്ഞാൽ സാധാ വണ്ടിയല്ല ഗൈസ്, കാണിച്ചു തരാം. ഗൈസ് ഇത് ഈ മിലിറ്ററി എടുക്കാം. ഇതൊരു സീൻ സാധനമാണ് ഗൈസ്. അല്ലേ, ഇതിന് ഈ ഒരു സാധനം വെക്കും. ഇത് വിഷയ സാധനമാണ് വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കാനൊക്കെ പോകും. ഓ കണ്ട ഗൈസ്. പിന്നെ തിരിച്ച് റോബോട്ടാവാം, പിന്നെ ടാങ്ക് ആവാം ഗൈസ്. യെസ്, ടാങ്ക് നമുക്ക് തിരിച്ച് ഇത് ട്രാൻസ്ഫോമർ പോലെയാണ് ഗൈസ്. മിനി ബ്ലേസ് ഉണ്ട്, ലൈറ്റ്നിങ് ഉണ്ട് ഗൈസ്. ലൈറ്റ്നിങ്, ഫ്ലെയിം ത്രോവർ, ആസിഡ് ഗൺ. ലൈറ്റ്നിങ് ആണ് ഇത്തിരി കൂടി പവർ. ലൈറ്റ്നിങ് വിഷയം പവറാണ് ഗൈസ്. ലൈറ്റ്നിങ് ഒക്കെ പക്കാ സാധനം. സിനിമക്ക് ഫ്ലെയിം ത്രോവർ. തീ അണയ്ക്കാവുന്ന സാധനങ്ങളാണ്. തീ അണയ്ക്കാൻ വന്നതിനെ തീ പിടിപ്പിക്കാൻ ഗൈസ്.
നമുക്ക് തീ പിന്നെ നമുക്ക് തിരിച്ച് ഈ ഒരു റൈനോ എല്ലാത്തിനും ഇടിച്ചിടാം ഗൈസ്. റൈനോ ഒക്കെയാണ് ഇത്തിരി കൂടി പവർ. ഗൈസ് റൈനോ അല്ലെങ്കിൽ ഡിനോസറൊക്കെ ആവാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. കാണിച്ചത് ആദ്യം ഇതിൽ നിന്നൊന്ന് ഇറങ്ങട്ടെ ഗൈസ്. അയ്യോ, ഇതിൽ നിന്ന് എങ്ങനെ ഇറങ്ങുന്നു? അവിടെ നിന്ന് മാറിയിക്കാം. ഇനി ഇതിൽ നിന്ന് ഇറങ്ങാം ഗൈസ്. ഇനി പോസ് ചെയ്യാം. ഗൈസ് കാണിച്ചത് റോബോട്ട്സ് അല്ല ഗൈസ്, റോബോട്ട്സ് അല്ല ഇത്. ഇതിനകത്ത് കണ്ട ഈ ട്രെക്സ് എന്ന് പറയുന്ന ഇന്ത്യൻ എലിഫൻ്റൊക്കെ ആവാൻ പറ്റുന്ന സാധനം ഗൈസ്. ഓ, ക്രൈമി സ്പോൺ ചെയ്യാനൊക്കത്തില്ല ഗൈസ്. ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് മാറിയിരിക്കാം, എന്നിട്ട് സ്റ്റാറെല്ലാം പോയിട്ട് കാണാം ഗൈസ്. ഗൈസ് അപ്പോൾ സ്റ്റാറൊക്കെ പോയിട്ട് ഗൈസ് സ്റ്റാർ പോയതായിരുന്നു ഈ പോലീസിൻ്റെ മുമ്പിൽ തന്നെ ഇറങ്ങി കൊടുത്തു. ഗൈസ് ഒന്ന് പറന്നു പോവാം. ഇപ്രാവശ്യം തറ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റാർ വരാതിരിക്കേണ്ടതാണ്. സ്റ്റാർ വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ കുറ്റമല്ല ഗൈസ്. നമുക്ക് ഈ വീടങ്ങ് ബൈ ചെയ്തിടാം ഗൈസ്. ചിലപ്പോൾ ലെവല് കൂടും. കാർട്ടിലോട്ടാണ് കയറ്റാം ഗൈസ്. യെസ് ഗൈസ്, ലെവലപ്പായി. ഇനി നമുക്ക് പോസ് ചെയ്യാം. ഷോപ്പ് ഗൈസ്, ഞാൻ ആനയുടെയും ഇതും കാണിച്ചു തരാം ഗൈസ്. ടീറക്സിൻ്റെയും ആനയുടെയും ഗൈസ്. ഇതിനകത്ത് ഈ ആനയും 2 സ്പൂൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. സെറ്റാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഗൈസ് ടീറക്സ്. യെസ് ഗൈസ്, ടീറക്സ് തലയിട്ടിങ്ങനെ അടിക്കും. ഇനി എലിഫൻ്റ് നോക്കാം. എലിഫൻറ്റിൻ്റെ ഞാൻ കയറിയിട്ടില്ല ഗൈസ്. എലിഫൻ്റ് വിഷയ സാധനമായിരിക്കും ചിലപ്പോൾ. നോക്കാം. മിനി ബ്ലേസ് ഉണ്ട് ഗൈസ്. മിനി ബ്ലേസ് മാത്രമേ ഉള്ളൂ ഈ സീനകത്ത് ഗൈസ്. ഇന്ത്യൻ എലിഫൻ്റ് മോനെ വിഷയം സാധനം ഗൈസ്. നമുക്ക് ഇതിനെ മറിച്ചിടാം. ഓ മൈ ഗോഡ്, വിഷയം ഗൈസ്. ഇനി ഹെലികോപ്റ്ററൊക്കെ ആവാനൊക്കെ ഗൈസ്. ഇത് പൊളി സാധനം. ആന ട്രാൻസ്ഫോമർ ഈ സാധനം മോനെ വിഷയ സാധനം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ബൈ.